അപ്പോൾ എല്ലാവർക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഇവിടെ നോക്കാൻ പോകുന്നത് കമ്പനി ബോർഡ് എൽജിഎസുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. അതിനകത്ത് എത്രത്തോളം വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നും അതുപോലെ തന്നെ എത്രത്തോളം പേർക്ക് ജോലി കിട്ടിയിട്ടുണ്ടെന്ന കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് പറയുന്നുണ്ട് 2338 പേർക്കോളം അഡ്വൈസ് പോയിട്ടുണ്ടെന്ന്. ഈ അഡ്വൈസിന്റെ കണക്ക് നോക്കുന്നത് കുറച്ചും കൂടി അത്ര നല്ലതായിട്ട് തോന്നുന്നില്ല. അത്ര പേർക്ക് ജോലി കിട്ടിയെന്നല്ല ഇവിടെ പറയുന്നത്. അഡ്വൈസ് വേറെ, അതുപോലെ തന്നെ ജോലി കിട്ടിയ ആൾക്കാർ വേറെ. അതിനകത്ത് അഡ്വൈസിൽ നിന്ന് എൻജിഡി കുറച്ച് കഴിഞ്ഞാൽ മാത്രം നമുക്ക് എത്രത്തോളം പേർക്ക് ജോലി കിട്ടിയെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഏതാണ്ട് ഒരു 1409 പേർക്കാണ് ജോലി കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഈ പറയുന്ന തസ്തികയിൽ ഏതാണ്ട് 1000 പേര് എൻജിഒ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് നല്ലൊരു കാര്യം തന്നെയാണ്. കാരണം ഒരു റാങ്ക് ലിസ്റ്റിലും പെടാത്ത ഒരാള് ഈ പറയുന്ന 2000-നുള്ളിൽ പെടാണെങ്കിൽ പോലും ആൾക്ക് ജോലി കിട്ടും. എൻജിഒ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് അറിയായിരിക്കുമല്ലോ. ഇപ്പോ ഒരാൾ നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ ആൾക്ക് ഒന്നോ രണ്ടോ റാങ്ക് ലിസ്റ്റിൽ പെടുമല്ലോ. അപ്പൊ അതനുസരിച്ച് ആൾക്ക് അത്രയും ജോലി കിട്ടുമല്ലോ. അപ്പൊ ഏതെങ്കിലും ഒരു ജോലി ആൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള ജോലി കളയേണ്ടി വരില്ല. അപ്പൊ ഈ കളയുന്നതിനെ പറയുന്ന പേരാണ് എൻജിഡി. നോട്ട് ജോയിനിങ് ഡ്യൂട്ടി എന്ന് പറയും. അതിന്റെ ഷോർട്ട് ഫോം ആണ് ഈ പറയുന്ന എൻജിഡി. അപ്പൊ ഈ പറയുന്ന തസ്തിക എളുപ്പമാണെന്ന് വെച്ചാൽ അല്ല. കാരണം എന്ന് വെച്ചാൽ ഇത് സ്റ്റേറ്റ് വൈഡ് നടക്കുന്ന എക്സാം ആണ്. അപ്പൊ ഇതിനകത്ത് ഈ പറയുന്ന 14 ജില്ലകളിലെയും നല്ല മിടുക്കന്മാരായിട്ടുള്ള പിള്ളേരാണ് എഴുതാൻ പോകുന്നത്. പിന്നെ കൂടാണ്ട് ഈ അടുത്ത കാലത്താണ് LGSും LDCന്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്തത്. അപ്പൊ അതിനകത്ത് അത്രയ്ക്ക് അങ്ങ് പെർഫോം ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ ഉണ്ടാവുമായിരിക്കും. അപ്പൊ അവരെന്തായാലും ഈ പറയുന്ന ഇതിനകത്ത് കയറാൻ വേണ്ടി എന്തായാലും ശ്രമിക്കും. അപ്പൊ അത്യാവശ്യം നല്ല കോമ്പറ്റീഷൻ ടൈറ്റ് ആയപ്പോൾ തന്നെ ടൈറ്റ് ആയിട്ടുണ്ട്. അത് കൂടാണ്ട് 10ാം ക്ലാസ്സുകാർ പ്ലസ് ടു അതുപോലെ തന്നെ ഡിഗ്രിക്കാർക്ക് എഴുതാൻ പറ്റും. കഴിഞ്ഞ തവണത്തെ കേരള ബാങ്ക് OAL കട്ട് ഓഫ് വന്നത് 81 സംതിങ് ആണ്. അതും സ്റ്റേറ്റ് വൈഡ് തന്നെയായിരുന്നു. പക്ഷെ അതിനകത്ത് ആൾക്കാർ കുറച്ച് എടുത്തിട്ടുള്ളൂ. എന്തായാലും അതനുസരിച്ച് ആൾക്കാർ പഠിക്കുകയാണെങ്കിൽ കട്ട് ഓഫ് കഴിഞ്ഞ തവണത്തേക്കാൾ എന്തായാലും ഇത്തവണ കൂടും. അത്യാവശ്യം ഭയങ്കര കോമ്പറ്റീഷൻ ആയിരിക്കും ഈ പറയുന്ന കമ്പനി ബോർഡ് LGS എന്ന് പറയുന്നത്. എല്ലാവരും സുഖമാണ് എന്ന് വിചാരിച്ച് നിൽക്കുന്നവർക്ക് ചിലപ്പോ കണ്ണിക്കൂടെ കിളി പോകും. അത്രയും കോമ്പറ്റീഷനാണ്.